ഇതുപോലത്തെ കോഴിക്കോടൻ ബിരിയാണി കണ്ടാല് ആരാ വേണ്ടാന്ന് പറയല്ലേ. നല്ല ലഗോണിൽ പച്ചക്ക് ദം ചെയ്തെടുത്ത ആ ഒരു കോഴിക്കോടൻ ബിരിയാണി. അപ്പൊ ഇന്ന് അതിന്റെ കുറച്ച് കഥകളായാലോ. കൂടെ കുറച്ച് സൈഡ് ഐറ്റംസ് ബിരിയാണി ആകുമ്പോൾ അതിന്റെ കൂടെ ചെമ്മീന്, ചിക്കൻ പൊരിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിന്നെ ഹൈദരാബാദ് ബിരിയാണി, അങ്ങനത്തെ എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ട് കേട്ടോ. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മളെ കല്യാണ വീടുകളിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന കാറ്ററിംഗ് ടീം ഇല്ലേ, അവര് ഒരു ഹോട്ടൽ തുടങ്ങി 2-3 വർഷം കൊണ്ട് വീണ്ടും ബ്രാഞ്ചസ് ഒക്കെ. അപ്പൊ അവരൊന്ന് സെറ്റപ്പ് ആയൊരു കഥ കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളെ കോഴിക്കോട് കക്കോടിയിലെ അഷ്റഫ് കയുടെ വിശേഷങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടോളി, നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ മൂപ്പര കഥകളിലേക്ക് പോയാലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കേട്ട് ഫുഡും കഴിച്ച് നല്ല ബിരിയാണി കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് അങ്ങനെ പോകാല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ വെക്കണേ. അഷ്റഫ് കാ, നിങ്ങൾ ബിരിയാണീൻ്റെ ഷോപ്പിൻ്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ? ബിരിയാണി വെച്ചാൽ കക്കോടി നമ്മൾ ചെറിയ സാധനം തുടങ്ങിയ കക്കോടി ആദ്യം തുടങ്ങി. നമ്മൾ മുന്നേ വീഡിയോ ചെയ്ത ആടെ കൂടി നമ്മൾ 3 വർഷമായി. 3 വർഷമായി അല്ലേ? നല്ല ഇതാണ്, റിസൾട്ടാണ്. ബിരിയാണി ഒരു ഞായറാഴ്ച കൂടുതൽ പോകും, ശനി ഞായർ. പിന്നെ ഓർഡറുകളുണ്ടോ പുറത്തേക്ക് 5 കിലോ 10 കിലോ. നമ്മളിപ്പോൾ ഒന്ന് പുതിയ തുടങ്ങിയില്ലേ കക്കോടി അല്ല എരഞ്ഞിക്കൽ. അവിടെ നല്ല റിസൾട്ട്. അവിടെ ആകുമ്പോൾ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ പ്രശ്നമല്ല, ഇവിടുത്തെ പ്രശ്നം. അത് ടൈമിങ് എങ്ങനെയായിരുന്നു? ടൈമിങ് 12 മണി മുതൽ രാത്രി 12 മണിയാണ്. ഈ ഇവിടെ ബിരിയാണി, ഇവിടുത്തെ ബിരിയാണി തന്നെയല്ലേ കൊടുക്കുന്നതല്ലേ? ഫുള്ള് ഇവിടെ ഉണ്ടാക്കി നമ്മൾ അതേ പേര് തന്നെയാണ്. നമ്മൾ പേര് മാറ്റിയിട്ടില്ല, അത് പറഞ്ഞപ്പോൾ അവിടെ മാറ്റി. നമ്മൾ ആദ്യം നമ്മൾ KBC കക്കോടി ബിരിയാണി സെൻറ്റർ. നമ്മളെ പേര് നമ്മൾ രണ്ടും ഒരേ പേരാക്കി ബിരിയാണി തന്നെ ആക്കി അല്ലേ? പിന്നെ നമ്മൾ ഓർഡർ കൊടുക്കണ്ടല്ലോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടുന്ന്? എല്ലാ ഓർഡറും സ്വീകരിക്കും നമ്മൾ. കല്യാണ ഓർഡറും എല്ലാ പാർട്ടികളും എല്ലാ ഓർഡറും സ്വീകരിക്കും. വലിയ വർക്കായാലും നിങ്ങളെ നമ്പർ ഞാൻ വീഡിയോ അടി കൊടുക്കട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലേ? അപ്പൊ സംഭവം എന്തായാലും ഏകദേശം മനസ്സിലായല്ലോ. ഇത് നമ്മുടെ കോഴിക്കോട് ബാലുശ്ശേരി റോഡ് കേട്ടോ. അവിടെ കക്കോടി ബസാറിൽ തന്നെ ഒരു ബിരിയാണി സെന്റർ ഉണ്ട്. ഒരു 2-3 വർഷം മുന്നേ അവർ സ്റ്റാർട്ട് ചെയ്തതാണ് കക്കോടി ബിരിയാണി സെന്റർ എന്ന് പറഞ്ഞിട്ട്, KBC. അപ്പൊ അവരിപ്പം വേറെയും ബ്രാഞ്ചൊക്കെ തുടങ്ങി ഒന്ന് സെറ്റായി വന്നപ്പോൾ റീബ്രാൻഡ് ചെയ്തു. മൂപ്പര പേര് തന്നെ അഷ്റഫ് ഖാന്റെ പേര് തന്നെ ഇട്ടുകൊണ്ട് അഷ്റഫ് ഖാൻ ബിരിയാണി സെന്റർ എന്നാക്കി. അപ്പൊ അതിന്റെ വാർഷികമൊക്കെ ആഘോഷിക്കും നമ്മളെയും കൂടി വിളിച്ച് നമ്മളവിടെ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ ജസ്റ്റ് ഒരു അടിപൊളി കാഴ്ച കേട്ടോ, പായസമൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ആഘോഷം. കുറെ ആൾക്കാരൊക്കെ നല്ല തിരക്കായി വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ നമ്മൾ പോയാലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒന്ന് കാണിക്കണമല്ലോ. അപ്പൊ അങ്ങനെ കയറി ഫുഡൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട്. അപ്പൊ ഇപ്പൊ പുതിയ പേര് അഷ്റഫ് ഖാൻ ബിരിയാണി സെന്റർ. നല്ല ബിരിയാണി ദമ്മ് പൊട്ടിക്കുന്ന കാഴ്ചകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടോളി. പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ പോയി കഴിച്ചോളി, ഓർഡറൊക്കെ കൊടുത്തോളി. നമ്പറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ഒക്കെ ഇതുണ്ടല്ലേ അവരെ സെൻട്രൽ കിച്ചണിൽ ഇതേപോലെ ചെമ്പ് കണക്കിന് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് അവരെ 2 ബ്രാഞ്ചിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അതിന് ഓർഡറൊക്കെ ഉണ്ട്, അതും എടുക്കും. നമ്മളെ എരഞ്ഞിക്കൽ ഭാഗത്ത്, നമ്മളെ കോഴിക്കോട് അത്തോളി റൂട്ടിൽ എരഞ്ഞിക്കൽ ഭാഗത്ത് ഒരു ഷോപ്പുണ്ട്, കക്കോടി ഉണ്ട് ഷോപ്പ്. അപ്പോൾ അവിടെയൊക്കെയുള്ള സാധനങ്ങൾ ദം ബിരിയാണി മാത്രമല്ല, പൊരിച്ച ബിരിയാണിയും ഹൈദരാബാദ് ബിരിയാണി, അങ്ങനത്തെ എല്ലാ സാധനം, ഫിഷ് ബിരിയാണി ഒക്കെ. ഇപ്പം ഞായറാഴ്ച ഒക്കെ ചെന്നാൽ ഹൈദരാബാദ് ബിരിയാണി ലൈനിലുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഓർഡറിനനുസരിച്ച് ചെയ്യുന്ന ഒരു ഹൈദരാബാദ് ബിരിയാണി പറഞ്ഞാൽ നമ്മളെ ബസുമതി റൈസിൽ ചെയ്തെടുക്കുന്ന ആ പരിപാടി ഇല്ലേ, അതും എന്താ പറയുക നമ്മളെ ബ്രോയിലറിൽ ചെയ്തെടുക്കുന്ന ഒരു സംഭവം. പക്ഷെ നമുക്ക് ദം ബിരിയാണി ആണല്ലോ നമ്മളെ ഫേവറേറ്റ് ഐറ്റം. പിന്നെ പൊരിച്ച കോഴി ബിരിയാണി വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ, അത് വേറൊരു ടേസ്റ്റ് അല്ലേ. പിന്നെ അതിൻ്റെ സൈഡ് ഐറ്റംസ് ഇതൊക്കെ അല്ലേ കാറ്ററിംഗുകാരെ ഒരു 65 ആയാലും ചെമ്മീൻ റോസ്റ്റ് ഒക്കെ അല്ലേ, ഇതൊക്കെ ഇങ്ങനെ ആ കിച്ചണിൽ അങ്ങനെ കണ്ട ദിവസം ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാണ്. എന്നിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്ത് നമ്മളെ 2 ഷോപ്പിലുണ്ടാവും, അവിടെ പോയി അങ്ങോട്ട് കഴിച്ചാൽ മതി. നേരെ ഇവിടുന്ന് സാധനം കയറ്റുക. നല്ല ഇങ്ങനെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ സാധനത്തിന് ടേസ്റ്റ് ഒന്ന് വ്യത്യാസം വരും അല്ലേ. അപ്പൊ നമുക്ക് നേരെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് കാണാം. അപ്പൊ ഇവിടെ ഞാൻ എത്തുമ്പോഴത്തേക്ക് ആലിക്ക ദമ്മൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പുതിയ യൂണിഫോം ഒക്കെ, അത് പുതിയ വാർഷികമൊക്കെ അല്ലേ, പുതിയ യൂണിഫോമും തൊപ്പിയൊക്കെ ഇട്ട് അവരോരോ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടു നോക്കിയാണ് മക്കളെ, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി ഈ ഒരു ദം ബിരിയാണി പൊട്ടിക്കുന്ന സീന് കാണാൻ ഇഷ്ടപ്പെടാത്തവർ, ഫുഡ് ഇഷ്ടപ്പെടുന്നവർ ഇത് കണ്ട് വേണ്ടാന്ന് പറയും അല്ലേ. കണ്ടോളി, എന്നിട്ട് കഴിക്കണമല്ലേ പോയി തീരുമാനിച്ചോളി. കണ്ടല്ലേ എന്താണ് നല്ല ദം ബിരിയാണി, ലഗോൺ പച്ചക്ക് ദം ചെയ്ത ആ ഒരു സാധനം. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ടേസ്റ്റ് വരൂല്ലേ അല്ലേ, അതാണ് സാധനം കേട്ടോ. പക്ഷെ എൻ്റെ ഇവിടുത്തെ പേഴ്സണൽ ഫേവറേറ്റ് പറഞ്ഞാൽ ഇവിടുത്തെ ബീഫ് ബിരിയാണിയാണ്. ഞാൻ മുന്നേ വീഡിയോ ചെയ്തപ്പോൾ അത് തന്നെയാണ് കഴിച്ചത്. സാധനം വേറെ ലെവലാണ്. ഒരു 12 മണി 12:30 സമയത്ത് നല്ല ചൂടോട് കൂടി കിട്ടും ബിരിയാണി. എപ്പോഴും ചൂടോട് കഴിക്കാനാണ് എനിക്ക് താല്പര്യം. ആ ഒരു സമയത്ത് നിങ്ങളും പോയിക്കോളെ, കിട്ടില്ല സാധനം കിട്ടും കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഷോപ്പിൻ്റെ ടൈം എരഞ്ഞിക്കലൊക്കെയാണ് 12 to 12 വരെ ഉണ്ട്, രാത്രി വരെ ഉണ്ട്. പിന്നെ നെയ്ച്ചോറ് അതുണ്ടായിരുന്നു. നെയ്ച്ചോറിന് ഇവിടെ കോംബോ ആയിട്ട് ഇവിടെ നെയ്ച്ചോറ് സ്റ്റൂ വരുന്നുണ്ട്. പിന്നെ ചിക്കൻ കടായി, അതൊക്കെ കാറ്ററിംഗ് സ്റ്റൈലിൽ സാധനം ഉണ്ടാക്കുന്ന കടായി, അതൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട
ബസുമതി റൈസ് ചെയ്യുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പാണ്. അത്യാവശ്യം കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമൊക്കെ ഉള്ള ഒരു അഷ്റഫ് ഖാ ബിരിയാണി സെൻറ്റർ. അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക റൈസ് മേള എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയൊക്കെ ആയിട്ട് നടത്തിയതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബുഫേ സ്റ്റൈലൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ, അൺലിമിറ്റഡ് ആയി. പക്ഷേ നിങ്ങൾ എപ്പോൾ വന്നാലും അഷ്റഫ് ഖാ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അൺലിമിറ്റഡ് ആയിട്ട് റൈസ് കിട്ടും. അത് ബോർഡൊന്നും വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വെസ്റ്റ് മാറില്ല നിങ്ങൾ വീണ്ടും ചോദിച്ചോളൂ, സാധനം ഇഷ്ടമായത്. അപ്പോൾ അത് നമ്മൾ തരുന്നൊരു ഗ്യാരണ്ടി. എത്ര വേണേ വാങ്ങി കഴിച്ചോളി, അടിപൊളി അല്ലേ. അപ്പോൾ നമുക്ക് ആൾക്കാരോടൊക്കെ അഭിപ്രായം ചോദിച്ച് അങ്ങനെ പറയാം. ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു, ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, ഒക്കെ അപ്പോൾ എന്തായാലും ഞാനും ഫുഡ് കഴിച്ചാട്ടെ. ഇന്ന് ബീഫ് ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്ച്ചോറും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കഴിക്കാനിരുന്നാലോ. കഴിക്കാനുള്ള വീഡിയോ അധികമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ, നമ്മൾ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒപ്പിച്ചെടുക്കാം. കുറച്ച് കടായും വാങ്ങിയിട്ടുണ്ട്, അവരാ സ്റ്റൂ വാങ്ങിയിട്ടുണ്ട്, നെയ്ച്ചോറും വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ബിരിയാണി ഒക്കെ. റൈസൊക്കെ അൺലിമിറ്റഡ് ആണ്, എത്ര വേണേൽ അവിടെ പോയിട്ട് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചോട്ടെ. ഞാനും വൈഫും ഉണ്ടെന്ന്. സ്റ്റൂ അതൊരു നമ്മൾ കല്യാണ വീട്ടിലേക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റൂ ഇല്ലാണ്ടല്ലേ, ഇത് ഈ ഒരു തിക്കായിട്ടുള്ള സാധനം നമ്മൾ കല്യാണ വീട്ടിൽ ബ്രെഡിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്ന ആ ഒരു സാധനം തന്നെ, അത് അതേ രീതിയിൽ തന്നെ ഇവിടെ ഹോട്ടലിലും കിട്ടുന്നതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ ഒരു ബീഫ് ബിരിയാണി പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞത് തണുത്തൊക്കെ പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുത്താണ് 2 മണിക്ക് കഴിഞ്ഞിട്ട് കഴിക്കും. ഒരു 12 ആ സമയത്തൊക്കെ കഴിച്ചാൽ ആളെ പൊളി സമയം കേട്ടോ. 2 പീസ് ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള പീസ് തന്നെ കേട്ടോ. 2 പീസൊക്കെ ആയിട്ട് നമ്മളെ പക്ക ദം ബിരിയാണി. ആ ഒരു റൈസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ, ആ ഒരു സ്മെല്ലൊക്കെ ദമ്മൂട്ടിക്കുമ്പോൾ കഴിക്കുമ്പോൾ നോക്കട്ടെ. എല്ലാവരും ഫ്ലേവർ കറക്റ്റ് റൈസിൽ കെട്ടക്കുന്നുണ്ട് കേട്ടോ സാധനം, അടിപൊളി. പിന്നെ കടായി, ഇതൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെ വരുന്ന സാധനമാണ്. വൈഫിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാലും കഴിച്ചു നോക്കട്ടെ. ആ ഒരു ഗ്രേവി, ചിക്കൻ നമ്മളെപ്പോഴും കഴിക്കുന്നില്ല, ആ ഗ്രേവീൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. അതിങ്ങനെ എടുത്ത് ഒരു പ്രശ്നം കൂടെ പീസും കൂടെ പൊട്ടിച്ചിട്ട് നെല്ലുള്ള പീസ് നല്ല ടേസ്റ്റല്ല ചിക്കൻ. അതുപോട്ടെ നല്ല ഈ ആ ഒരു ഗ്രേവി നോക്കട്ടെ. നമ്മൾ ഈ കല്യാണ വീടിൻ്റെ അടുക്കള ഉണ്ടാക്കുന്ന പാചകം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ സാധനം തന്നെയാണ്. ഈ ഒരു അതെപ്പോഴും ആ ഒരു വേറെ ടേസ്റ്റും കാണാനും ഒക്കെ ആ ഒരു ഭംഗി ഉണ്ടാവും. അപ്പം അതിങ്ങനെ മിക്സാക്കി കഴിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സാധനം എന്തായാലും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കഴിച്ചോളുക. ഓക്കെ. പിന്നെ ഇവിടുത്തെ റേറ്റും അങ്ങനെ വലിയ റേറ്റ് ഒന്നുമല്ല കേട്ടോ. 120 രൂപേൻ്റെ ബിരിയാണി ആ റേഞ്ചൊക്കെ തന്നെ. പിന്നെ 80 രൂപ നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ആയിട്ട് കൊടുക്കുന്നൊരു സ്പോട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ അടിപൊളി. ഇതേപോലെ ഇവർ കല്യാണ വീടുകളിൽ പോയിട്ട് വെച്ച് കൊടുക്കുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ലതാണ്, കിച്ചണിലൊക്കെ ഒന്ന് കയറി സംസാരിക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇവർ തന്നെയായിരുന്നു കിച്ചണിലുള്ള കേട്ടോ. നല്ല അടിപൊളി സാധനം നന്ന് കഴിച്ചത്. അപ്പോൾ ഇത് സ്പോട്ട് വരുന്നത് നമ്മൾ കോഴിക്കോട് കക്കോടി ബാലുശ്ശേരി റോഡില്ലേ, അവിടെ കക്കോടി ബസാറിൽ അഷ്റഫ് ഖാ ബിരിയാണി സെൻറ്റർ കേട്ടോ. മുന്നേ അത് കക്കോടി ബിരിയാണി സെൻറ്റർ KBC എന്ന ഒരു പേര്, അത് റീബ്രാൻഡ് ചെയ്തതാണ്. അങ്ങനെയാണ് ഈ വീഡിയോ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മളെ എരഞ്ഞിക്കൽ, അവരുടെ പുതിയ ഷോപ്പ് എരഞ്ഞിക്കൽ, നമ്മളെ അത്തോളി റോഡിൽ എരഞ്ഞിക്കൽ, അവിടെ പാർക്കിങ്ങിന് ഒന്നും ഒരു പ്രശ്നമില്ല. കുറേ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കക്കോടി ആണെങ്കിൽ ആ 1 വേ റോഡുണ്ട്, അവിടെ വെച്ചാൽ മതി ബൈക്കൊക്കെ, അതിൻ്റെ ബാക്ക് കൂടെ അങ്ങോട്ട് കയറിയാൽ മതി. ഇത്രയ്ക്കുള്ള പരിപാടി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.